ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് റിവ്യൂസ് ഓൺ മലയാളം. ഇന്ന് നമുക്ക് ഒരു യൂസ്ഡ് IQ Neo 6 ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഫോണിനോടൊപ്പം ചാർജറോ കേബിളോ അവൈലബിൾ അല്ല. ഫോൺ മാത്രമായിട്ടാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ വാറണ്ടി ഓൾറെഡി കഴിഞ്ഞിരിക്കുന്നതാണ്. സോ നമുക്കിതിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്താണെന്ന് ബ്രീഫായിട്ട് കാണാം. ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ വീഡിയോ മുകളിൽ പിൻ ചെയ്തിട്ടുണ്ട്. അതും കൂടി വാച്ച് ചെയ്താൽ ഹെൽപ്ഫുൾ ആയിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി ഫോൺ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഫോൺ ഇപ്പോൾ ആൻഡ്രോയിഡ് 14 അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ്രോയിഡ് 15 അപ്ഡേറ്റ് കിട്ടാൻ സാധ്യത കുറവാണ്. എന്നാലും സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഓൾറെഡി അവൈലബിൾ ആണ്. ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ നല്ല ഫാസ്റ്റായിട്ട് തന്നെ റെസ്പോൺസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ UI നോക്കുകയാണെങ്കിൽ Plot2H ഒക്കെ ഉള്ള UI ആയതുകൊണ്ട് തന്നെ അതൊക്കെ കളഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ 8GB RAM ഉള്ളതുകൊണ്ട് യാതൊരുവിധ ലാഗോ മറ്റു ഇഷ്യൂസൊന്നും UIക്ക് ഇല്ല. നല്ല സ്മൂത്ത് ആൻഡ് ഫാസ്റ്റായിട്ട് തന്നെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അത്യാവശ്യം കുറച്ച് ആപ്പുകളൊക്കെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് നോക്കിയാലും യാതൊരുവിധ ഇഷ്യൂസ് കാണിക്കുന്നില്ല. നല്ല ക്ലീൻ ആയിട്ടുള്ള സിം ട്രേ ആണ്. ഡ്യുവൽ സിം ഇടാനുള്ള ഓപ്ഷനും കാണാം. ഗൂഗിളിൻ്റെ AI ആയ ജെമിനിയുടെ ആപ്പും IR ബ്ലാസ്റ്റർ ഉപയോഗിച്ച് ഹോം അപ്ലയൻസ് കൺട്രോൾ ചെയ്യാനുള്ള സ്മാർട്ട് റിമോട്ട് എന്ന ആപ്പും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ക്യാമറ പെർഫോമൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൾട്രാ വൈഡ്, മാക്രോ എന്നിങ്ങനെയുള്ള ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിൻ്റെ ബാക്ക് ക്യാമറയിൽ വരുന്നത്. നമുക്ക് കുറച്ച് സാമ്പിൾസ് ചെക്ക് ചെയ്ത് നോക്കാം. കൂടുതൽ ഫോട്ടോ ആൻഡ് വീഡിയോ സാമ്പിൾസ് TRC മലയാളം എന്ന ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്കിതിൻ്റെ വീഡിയോ പ്ലേ ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ 4K 60 FPS HDR വീഡിയോ പ്ലേ ബാക്കൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു മികച്ച വ്യൂവിങ് എക്സ്പീരിയൻസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഗെയിം മോഡൊക്കെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഹീറ്റ് ഇഷ്യൂസ് ഒട്ടും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം കളിക്കാനും ഇതിനകത്ത് വലിയ ഇഷ്യൂസ് ഒന്നും കണ്ടില്ല. ഇനി നമുക്കിതിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. യാതൊരുവിധ ഇഷ്യൂസ്, അതായത് ലൈൻസോ മറ്റ് വൈറ്റ് ഡോട്ട്സോ ബ്ലാക്ക് ഡോട്ട്സോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. എന്നാൽ ഡിസ്പ്ലേയുടെ പുറത്തെ ഗ്ലാസ്സിൽ ഒരു വിസിബിൾ ആയിട്ടുള്ള സ്ക്രാച്ച് ഇതുപോലെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അത് വിസിബിലിറ്റിയെ യാതൊരു രീതിയിലും ബാധിക്കുന്നില്ല. മറ്റ് യാതൊരുവിധ സ്ക്രാച്ചസോ പാടുകളോ ഇതിൻ്റെ ഗ്ലാസ്സിലോ ഡിസ്പ്ലേയിലോ ബാക്ക് പാനൽസിലോ കാണാൻ സാധിക്കുന്നില്ല. നല്ല നീറ്റായിട്ട് തന്നെയാണ് ബാക്കി ഭാഗങ്ങളൊക്കെ ഇരിക്കുന്നത്. ഈ സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്നത് ഷോപ്പുകാർ ക്വാളിറ്റി ചെക്ക് ചെയ്തതിൻ്റെ സീലാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങുമ്പോൾ ഫീൽ ചെയ്ത് കളയാവുന്നതാണ്. ബാക്ക് പാനലിലും ക്യാമറ ലെൻസും നോക്കിയാലും നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. സോ ഓവറോൾ നല്ലൊരു പെർഫോമൻസ് തരുന്ന, അത്യാവശ്യം നല്ലൊരു ക്യാമറയുള്ള, ഓൾമോസ്റ്റ് ഒരു നല്ല നീറ്റ് കണ്ടീഷനിലുള്ള ഈ ഫോൺ 8GB റാമും 128GB മെമ്മറിയോടും കൂടി 15,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഫോണുകൾ നിങ്ങൾക്കോ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്